ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ. ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17-ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24-ന്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിച്ചത് 1946 ഡിസംബർ 9-ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രാൻസ്. ദേശീയ നിയമ ദിനമായിട്ട് ആഘോഷിക്കുന്നത് നവംബർ 26-ന്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ബി.ആർ. അംബേദ്കർ. ലോകത്തിലെ ആദ്യ ലിഖിത നിയമ സംഹിത ഹമ്മുറാബി കോഡ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ബി.എൻ. റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എച്ച്. ബി. കമ്മത്ത്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് കമ്മിറ്റിയാണ്? എൽ. എം. സിംഗ്വി കമ്മിറ്റി. പൗരത്വ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 52. ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന്? 1962 ഒക്ടോബർ 26-ന്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആര്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ പ്രദേശം വിന്ധ്യാപ്രദേശ്. ഭരണഘടന നിലവിൽ വന്ന ശേഷം രാഷ്ട്രപതി ഭരണം ആദ്യമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം പഞ്ചാബ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഏക കാരണം ഭരണഘടനാ ലംഘനം. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എം. ഹിദായത്തുള്ള. 1952-ലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ രാജേന്ദ്ര പ്രസാദിന് പ്രധാന എതിരാളിയായിരുന്നത് കെ. ടി. ഷാ. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ആദ്യ വനിതാ ഗവർണർ പ്രതിഭ പാട്ടീൽ. ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് വി. വി. ഗിരി. അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ജെ. ബി. കൃപലാനി. ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാർ താഷ്കന്റ് കരാർ. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ വ്യക്തി ചരൺ സിംഗ്. ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശക്തി സ്ഥൽ. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി. രാജീവ് ഗാന്ധി വധത്തിനു കാരണമായ സുരക്ഷാ വീഴ്ചയെപ്പറ്റി പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ജെ. എസ്. വർമ്മ കമ്മിറ്റി. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ജെയിൻ കമ്മിറ്റി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. രാജ്യസഭാ നേതാവായ ആദ്യ വ്യക്തി ഗോപാലസ്വാമി അയ്യങ്കാർ. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-ന്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ. എം. പണിക്കർ. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിരുന്നത് നജ്മ ഹെപ്തുള്ള. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 550. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ച. 17-ാം ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോകസഭയുടെ ആദ്യ സ്പീക്കർ ജി. വി. മാവ്ലങ്കർ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ രണ്ടാമത്തെ മലയാളി പി. ജെ. കുര്യൻ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കർ. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിന്റെ ആദ്യ ചെയർമാൻ പനമ്പള്ളി ഗോവിന്ദപിള്ള. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 124. പാർലമെന്റ് നിയമത്താൽ വിജ്ഞാപനം ഇറക്കുന്നതുവരെ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവിടങ്ങളിൽ നടപടിക്രമങ്ങൾ ഇംഗ്ലീഷിലായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 348.
കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി. സദാശിവം. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി ബി. ഗിരി. സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ. ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗത്തിന്റെ കാലാവധി 5 വർഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് ജനസംഖ്യ എത്രയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ്? 20 ലക്ഷം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. 11ാം പട്ടികയിൽ എത്ര വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 29. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ഇന്ത്യയിൽ നഗരപാലികാ നിയമം നിലവിൽ വന്നത് 1993 ജൂൺ 1. നിയമത്തിനു മുൻപിലുള്ള സമത്വം എന്ന ആശയം അർത്ഥമാക്കുന്നത് ഏതെങ്കിലും പ്രത്യേക അവകാശത്തിന്റെ അഭാവം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും തീർപ്പാക്കുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ സർക്കാരിന് നിയമോപദേശം നൽകുവാനുള്ള ഭരണഘടനാപരമായ ബാധ്യത ആരുടെ മേലാണ്? ഇന്ത്യൻ അറ്റോർണി ജനറൽ. ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർ. നിയമവിരുദ്ധ തടങ്കലിൽ നിന്നും ഒരു പൗരനെ രക്ഷിക്കാൻ ലഭ്യമായ ഭരണഘടനാപരമായ പ്രതിവിധി ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(2) അനുസരിച്ച് ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനം ഏത് ഷെഡ്യൂൾ പ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത്? 7ാം ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്നത് ആർട്ടിക്കിൾ 50. 73, 74 ഭരണഘടനാ ഭേദഗതികൾ സൂചിപ്പിക്കുന്നത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയത്? 86ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഭാഗം 3. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 311. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങൾക്ക് സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ്. ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏത് ആർട്ടിക്കിളിൽ വിവരിച്ചിരിക്കുന്നു? ആർട്ടിക്കിൾ 368. ഇന്ത്യയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ ചെയർമാൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായത് 1964. നിയമസഭയുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അതറിയപ്പെടുന്നത് പോക്കറ്റ് വീറ്റോ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും ഇടയ്ക്ക് നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 246. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഏത് ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? 54. പ്രധാനമന്ത്രിക്ക്, കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാർക്ക്, പാർലമെന്റ് അംഗങ്ങൾക്ക് എതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് ലോക്പാൽ. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1949 മുന്നോട്ടുവെച്ച ആമുഖത്തിൽ ഇല്ലായിരുന്നത് സെക്യുലർ. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? 3 തവണ. ഏറ്റവും ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ തമിഴ്. 2004 തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. യൂണിയന്റെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 343. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 323(a). പ്രഥമ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എബ്രഹാം. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷം. നിഷേധ വോട്ടിന്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അഹമ്മദാബാദ്.
നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. നിഷേധ വോട്ട് നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 14-മത്തെ. ഇന്ത്യയിൽ ആദ്യമായി വിവിപാറ്റ് പരീക്ഷിച്ച വർഷം 2013. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വിവിപാറ്റ് ഉപയോഗിച്ചത് 2016. ലോകസഭയുടെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 84. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 326. വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇന്ത്യയുടെ അറ്റോർണി ജനറലാകുന്ന ആദ്യ മലയാളി കെ വേണുഗോപാൽ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബി.ആർ. അംബേദ്കർ. നഗരങ്ങളുടെ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് കൗൺസിലർ. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243. പഞ്ചായത്തി രാജ് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് എൽ.എം. സിംഗ്വി കമ്മിറ്റി. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി. ഗോത്രവർഗ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പഞ്ചായത്ത് സമ്പ്രദായത്തിന്റെ വ്യവസ്ഥകൾ ഈ പ്രദേശങ്ങളിൽ കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് പ്രത്യേക നിയമം പാസാക്കിയ വർഷം 1996. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയ് റിപ്പൺ പ്രഭു. ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം 93. നിയമസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം 178. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്ക് പരമാവധി എത്ര നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാം? 2. 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ഏക വ്യക്തി പട്ടം താണുപിള്ള. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ഷിബു സോറൻ.